എൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിൻ്റെ 7 വാക്യമാണ്. അത് ഇപ്രകാരമാണ് വായിക്കുന്നത്: അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു ഭയവശനായി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി തീർന്നു. ഭയം. ഈ ഒരു സ്റ്റോറി അല്ലേ, യാക്കോബിൻ്റെ ഏശാവിൻ്റെയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് അല്ലേ, യാക്കോബിൻ്റെ ഏശാവിൻ്റെയും കാര്യം. ഈ ഒരു വചനം പറയുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഒരു ഹിസ്റ്ററി, അതായത് പശ്ചാത്തലം, ഇതിൻ്റെ പുറകെയുള്ള പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. ഇതിന് മുമ്പ് ഈ ഒരു ഭാഗത്തേക്ക് എന്തുകൊണ്ടാണ് യാക്കോബിന് ഇങ്ങനത്തെ ഭയം, അല്ല ആ ഒരു വചനം അവിടെ എന്തിനാണ് പറഞ്ഞേക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഭാഗം പറയാം. ഓക്കെ, അതായത് ഒരു ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് യാക്കോബിന് ലഭിക്കുവാനായിട്ടിടയായിത്തീർന്നു. നീ നിൻ്റെ സ്വജാതിയിലേക്ക് മടങ്ങിപ്പോവുക, അതായത് നിൻ്റെ ചാർച്ചക്കാരുടെ അടുത്തേക്ക് നീ മടങ്ങിപ്പോവുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം കൊടുത്തൊരു അരുളപ്പാടാണ് യാക്കോബിന്. യാക്കോബ് തൻ്റെ ഭാര്യമാരെയും മക്കളെയും അവരോട് കൂടെ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ലാബാൻ്റെ കൂടെ ആയിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചു അവനോട് സ്വജാതിയിലേക്ക് മടങ്ങിപ്പോവാനായിട്ട്. അപ്പോഴത്തേക്കാണ് അവൻ ഏശാവിനെ കുറിച്ച്, ഞാൻ എൻ്റെ ഒരു രീതിയിൽ അത് പറയാണ് സ്റ്റോറി. ഓക്കെ, നമുക്ക് മുഴുവനും വായിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഏശാവിനെക്കുറിച്ചുള്ളൊരു ഭയം അവനെ, കാരണം ഏശാവിനെ പറ്റിച്ചിട്ടാണ് തൻ്റെ അമ്മ മൂലം അവൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലേ. അമ്മയാണ് അവനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ യാക്കോബിനൊരു ഭയം, ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് പോയാൽ, എൻ്റെ സ്വജാതിയിലേക്ക് ഞാൻ കടന്നു പോയാൽ അവൻ എന്തു ചെയ്യും, എന്നെ എൻ്റെ സന്തതിയെയും എല്ലാം അവൻ നശിപ്പിക്കുമെന്നൊരു ഭീതി യാക്കോബിന് ഭരിക്കുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ അവൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൂതൻ വന്ന് അവനോട് പറഞ്ഞത്, നിന്റെ സഹോദരനായ ഏശാവ് 400 ആളുകളുമായിട്ട് നിന്നെ എതിരേൽപ്പാൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. അത് കേട്ടപ്പോഴാണ് ഈ വചനം ഇവിടെ പറഞ്ഞത്. യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു, പേടിച്ചു പോയി. ഹല്ലേലൂയ, സ്തോത്രം. ഭയം നമ്മുടെ ജീവിതത്തിലും വരാറുണ്ട് അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാതെ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു അതിഥിയാണ് ഭയം. പലപ്പോഴും വെറുതെ നമ്മൾ ഇരിക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ ഭീതി, നമ്മുടെ മനസ്സിന് ഭയങ്കര ഭീതിപ്പെടുത്തുന്ന പോലെ ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പം ഇതൊക്കെ പലവിധമായ ഭീതി, ഭയം. ഇതുപോലെ തന്നെയാണ് യാക്കോബിൻ്റെ ലൈഫിൽ. നാളെ ഞാൻ ഏശാവിനെ എങ്ങനെ ഫേസ് ചെയ്യും, ഹല്ലേലൂയ, അവൻ ഞങ്ങളെ നശിപ്പിച്ചു കളയുമോ എന്നൊരു ഭയം. അതുപോലത്തെ ഇതിനെ റിലേറ്റഡ് അനവധി സ്റ്റോറികൾ ബൈബിളിലുണ്ട്. എങ്കിലും നമുക്ക് ഈ ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാക്കോബ് ദൈവസന്ധി ചെയ്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവൻ ചെയ്ത കാര്യം, യാക്കോബ് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് വായിക്കാം. അതായത് 9 വാക്യത്തിൽ യാക്കോബ് പ്രാർത്ഥിച്ച് അവൻ പറയാണ്, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ ദൈവമേ, നീ പറഞ്ഞ് എന്നോട് സ്വജാതിയിലേക്ക് ചാർച്ചക്കാരുടെ അടുത്തേക്ക് പോകാൻ നീയാണ് എന്നോട് പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിൽ ഞാൻ ഏശാവിനെ ഇപ്പോൾ പേടിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ചെയ്തു, അവൻ്റെ അവസ്ഥ ദൈവത്തോട് പറയുവാനായിട്ടിടയായിത്തീർന്നു അല്ലേ. രണ്ടാമത്തെ വിഷയം അവൻ പറയാണ്, കർത്താവേ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു വടിയുമായിട്ടാണ്, എങ്കിൽ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ 2 കൂട്ടമായി നീ എന്നെ ധനവാനാക്കി തീർത്തു. ഹല്ലേലൂയ. നിന്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കും ഞാൻ ഉള്ളവനല്ല എന്ന് അവൻ പറയുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ രണ്ടാമത്തെ കാര്യം, അവൻ്റെ ലൈഫിൽ യഹോവ ചെയ്ത എല്ലാം നന്മ അവൻ ധ്യാനിക്കുവാനായിട്ടിടയായിത്തീർന്നു. അവനൊന്നുമല്ലെന്ന് ദൈവസന്നിധിയിൽ പറയുവാനായിട്ടിടയായിത്തീർന്നു. മൂന്നാമത്തെ കാര്യം പറയാണ്, കർത്താവേ, ഞാൻ ഏശാവിനെ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് കൂടെ നിനക്ക് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്നല്ലേ യഹോവേ നീ എന്നോട് പറഞ്ഞതെന്ന് യാക്കോബ് പറയുവാനായിട്ടിടയായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. യഹോവ യാക്കോബിനോട് പറഞ്ഞത്, യാക്കോബ് വാഗ്ദത്തങ്ങളെ ഉരുവിടുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ്റെ കഷ്ടകാലത്ത് അവൻ ദൈവത്തോട് ദൈവമേ, നീ എന്നെ നശിപ്പിക്കൂ എന്നല്ല പറഞ്ഞത്, നീ എൻ്റെ സന്തതിയെ മണൽ
തരി പോലെ ഹാലലുയ സ്തോത്ര ഇവിടെ പറയാം മണൽ പോലെ, കടൽക്കരയിലെ മണൽ പോലെ അവരെ നീ വർദ്ധിപ്പിക്കുമെന്നാണ് യേശുവെ നീ പറഞ്ഞത് എന്ന് ദൈവത്തോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹാലലുയ ഇങ്ങനെ അവൻ എന്ത് ചെയ്തു? മടിയനല്ല, അവൻ കഠിന പ്രയത്നമുള്ളൊരു വ്യക്തിയാണ്. അവൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, ദൈവത്തെ ധ്യാനിച്ചു, അവൻ ചെയ്ത നന്മകളെ ധ്യാനിച്ചു. ഹാലലുയ അതിനുശേഷം അവൻ എന്ത് ചെയ്യാണ്? തൻ്റെ ഏശാവ് അവനെ എതിരേൽക്കുമ്പോൾ അവനുള്ള സമ്മാനങ്ങളെ ഒരുക്കി തൻ്റെ വേലക്കാരോട് പറയാണ്, അവൻ എന്തെങ്കിലും ചോദിച്ചാൽ നിൻ്റെ ദാസനായ യാക്കോബ് നിനക്ക് നൽകപ്പെട്ട സമ്മാനമാണിതെന്ന് പറഞ്ഞു. അതായത് സ്വന്തം സഹോദരനെ യജമാനൻ എന്ന് വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹാലലുയ അവന് വേണമെങ്കിൽ യാക്കോബിന് അഹങ്കരിക്കാം, എനിക്ക് ഇന്ന സമ്പത്തുണ്ട്, ഏശാവേ നിന്നെക്കാളും എനിക്ക് സമ്പത്ത് ദൈവം തന്നു, എനിക്ക് ഇനി നിന്നെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് വേണമെങ്കിൽ യാക്കോബിന് പറയാം. അവൻ തൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ അവൻ നസ്രാനായ യേശുവിനോട് തൻ്റെ ആ ഭയത്തെക്കുറിച്ച് പറഞ്ഞു. ഹാലലുയ എനിക്ക് ഇന്ന വിഷയത്തെക്കുറിച്ച് പേടിയാന്ന് അവൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഇങ്ങനെ രാത്രിയിൽ തൻ്റെ 2 ഭാര്യമാരെയും ദാസിമാരെയും എല്ലാം അവൻ എന്ത് ചെയ്തു? അവരെ എല്ലാവരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ എന്ത് ചെയ്തു? തനിക്കുള്ളതൊക്കെ അക്കരെ കടത്തിയ ശേഷം ഹാലലുയ യാക്കോബ് തനിയെ ശേഷിച്ച ഒരു സമയമുണ്ട്. ഹാലലുയ അവൻ ഒറ്റയ്ക്കായ ഒരു സമയമുണ്ട്. ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് തൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് അവനുമായിട്ട് മല്ല് പിടിക്കുന്ന ഒരു അനുഭവം. ഹാലലുയ നമുക്കത് വായിക്കാനായിട്ട് പറ്റും. അപ്പോൾ യാക്കോബ് പറഞ്ഞു, ഞാൻ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഹാലലുയ അവൻ്റെ ആ ദൃഢനിശ്ചയം, ആമേൻ സ്തോത്രം. അവനൊരു ദൃഢനിശ്ചയമുണ്ട്, എന്നോട് പറഞ്ഞ നസ്രാനായ യേശുവാണ്. ഹാലലുയ അങ്ങനെ അവൻ ഇസ്രായേൽ എന്നൊരു പേര് ലഭിച്ചു. ഹാലലുയ സ്തോത്രം. അതുപോലെ തന്നെ യഹോവ എന്ത് ചെയ്തു? യഹോവ അവനെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ 33 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവൻ പേടിച്ച വിഷയം അല്ലേ, യാക്കോബ് പേടിച്ച് ഏശാവിനെ നശിപ്പിക്കുമെന്ന് പേടിച്ച വിഷയത്തെ 33 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായി? ഏശാവ് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കാനിടയായി തീർന്നു. അവൻ പേടിച്ച വിഷയമാണിത്. ഹാലലുയ യാക്കോബ് എന്ത് ചെയ്യുമെന്ന് അവൻ ഭയപ്പെട്ട വിഷയം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളും ഇതുപോലെ നാളെ ആ വിഷയത്തെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ നാളെ ഞാൻ ഈ പ്രതികൂലത്തെ എങ്ങനെ മറികടക്കുമെന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഹാലലുയ ദൈവസന്നിധിയിൽ യാക്കോബ് ചെയ്ത പോലെ പ്രാർത്ഥിക്കുക. രണ്ടാമത് അവൻ ചെയ്ത നന്മകളെ ധ്യാനിക്കുക. ഹാലലുയ സ്തോത്ര. അതുപോലെ തന്നെ 3-ാമത്തെ കാര്യം, അവൻ നമ്മളോട് ചെയ്ത വാഗ്ദത്തങ്ങളെ ഹാലലുയ ദൈവസന്നിധിയിൽ ഉരുവിടുക. കർത്താവേ നീ എന്നോട് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, നീ എന്നെ നശിപ്പിക്കുമെന്നല്ലല്ലോ പറഞ്ഞത്. ഹാലലുയ ദൈവസന്നിധിയിൽ അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങളെ നമുക്ക് ഉരുവിടാം. ഹാലലുയ ഒരു കഠിന പ്രയത്നം നടത്തുന്ന വ്യക്തികൾ, മടിയന്മാരല്ല, കഠിന പ്രയത്നം ദൈവത്തിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന, ദൈവം പ്രാർത്ഥിപ്പാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന മക്കളായി നമുക്ക് മാറാം. ഹാലലുയ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാത്തൊരു വ്യക്തിയാണ് എന്നെ ശ്രവിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ എന്നെ കേൾക്കുന്ന ഈ സമയത്ത് ഹാലലുയ യേശു ആരാന്ന് അറിയാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഹാലലുയ സാധാരണക്കാരുടെ ഇടയിൽ ഹാലലുയ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്ന ദൈവം, ഹാലലുയ സ്തോത്രം. നിന്റെ സന്തോഷങ്ങൾക്ക് നിന്റെ സമാധാനത്തിനും വേണ്ടി അവൻ എന്ത് ചെയ്തു? അവൻ അടികൊണ്ട് ഹാലലുയ സ്തോത്രം അവൻ ക്രൂര പീഡനം അനുഭവിച്ചു. ഹാലലുയ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. ഇന്ന് നീ അവനെക്കുറിച്ച് കേൾക്കാത്തൊരു വ്യക്തിയാണ്, എന്നെ ആരാശ്വസിപ്പിക്കുമെന്ന് പറ്റി നീ ഭയപ്പെടുന്ന ഒരു വ്യക്തി, ഹാലലുയ നാളെ ഞാൻ ഈ വിഷയത്തെ എങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് കേൾക്കാതെ വണ്ണം അല്ലെ എനിക്ക് ആര് സമാധാനം തരുമെന്നോർത്ത് നീ ഭയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ലോകം തരാത്തൊരു സമാധാനമുണ്ട്. ഹാലലുയ ലോകക്കാരുടെ എല്ലാ വാക്കുകളും ഹാലലുയ സ്തോത്രം ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ എല്ലാ വാക്കുകളും ഹാലലുയ വെള്ളം ഒഴുകിപ്പോകുന്ന പോലെ അവയെല്ലാം ഒഴുകിപ്പോകും. ഹാലലുയ സ്തോത്രം. എങ്കിൽ മാറാത്തൊരു ദൈവം നമുക്കുണ്ട്. ഹാലലുയ ഇന്ന് നീ അവൻ്റെ ഈ ശബ്ദം കേൾക്കുകയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം പറയുന്നത് പോലെ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട വാതിൽ തുറന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുക. കർത്താവ് റെഡിയാണ് നിൻ്റെ കൂടെ വസിപ്പാൻ, നിൻ്റെ ഇല്ലായ്മ നിൻ്റെ കൂടെ ഇരിപ്പാൻ. ഹാലലുയ നിൻ്റെ പ്രതിസന്ധിയിൽ നിന്നെ സഹായിപ്പാൻ യഹോവ ശക്തനാണ്. ഹാലലുയ ദൈവം നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ഹാലലുയ അവൻ പറയുന്നത് അനുസരിപ്പാൻ, വിഷമം വരുമ്പോൾ ബൈബിള് വായിക്കുവാൻ, ഹാലലുയ ചുമ്മാ വായിച്ചു വിടുവാൻ ഇതൊരു കഥാപുസ്തകമല്ല. ഇതിൽ നിന്ന് ദൈവം നിന്നോട് സംസാരിക്കുക. ഹാലലുയ യഹോവയുടെ ശബ്ദം നീ ഇതിൽ നിന്ന് കേൾക്കുവാനായിട്ട് ഇടയായി തീരും. ഹാലലുയ സദൃശവാക്യം ഇപ്രകാരം പറയുന്നു, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയ നിന്റെ ബലം നിനക്ക് നഷ്ടമാണ്. കഷ്ടകാലത്ത് നീ പതറിപ്പോവല്ലേ, യഹോവയുണ്ട് നിന്റെ കൂടെ. ഹാലലുയ ഭയപ്പെടേണ്ട എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹാലലുയ സ്തോത്ര. അതുപോലെ തന്നെ ദൈവവചനത്തെ 6-ാമത്തെ കഷ്ടതയിൽ നിന്ന് അവൻ നിന്നെ
വിടുവിക്കുക. 7-ാമത്തതിലും തിന്മ നിന്നെ തൊടുകയില്ലെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ നാളുകളിൽ ഹല്ലേലൂയ കഷ്ടത നിന്നെ അടുത്തത് വന്ന് നിന്നെ രണ്ടാമത് കഷ്ടത പൊങ്ങി വരുവാൻ യഹോവ സമ്മതിക്കത്തില്ല. അപ്പം ഈ നാളുകളിൽ ദൈവസന്നിധിയില്ല ദൈവത്തെക്കുറിച്ച് അറിയുവാൻ ഹല്ലേലൂയ ദൈവം നിന്നെ വിടുവിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി നമുക്ക് ദൈവത്തിൽ ആശ്രയം വയ്ക്കാം. അവൻ നിന്നെ വിടുവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പം ഈ കേട്ടപ്പെട്ട വചനപ്രകാരം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ 32-ാമത്തെ സങ്കീർത്തനം ഇപ്രകാരം പറയാണ്, പെരുവെള്ളം അവൻ്റെ മീതെ കവിഞ്ഞു വന്നത് അവൻ്റെ പ്രാണനോളം എത്തിയാൽ അതവനെ മുക്കിക്കളയുകയില്ല. കാരണം യഹോവ നിനക്ക് മറവിടമാവുന്നു. അവൻ നിന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നാളത്തെ ദിവസം നാളെ ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയ കൂട്ടുകാരെ, ദൈവസന്ധി നിങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുക. യാക്കോബിനെ പോലെ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുക. ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് ചില നന്മകളെ പ്രാപിച്ചെടുക്കാൻ നമുക്ക് കഴിയുക. അവൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ദൈവസന്ധി പ്രാർത്ഥിക്കാം. അവൻ ചെയ്ത വാഗ്ദത്തങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മൾ മറന്നു പോകാതെ വണ്ണം ദൈവത്തെ നമുക്കതെന്ത് പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ എല്ലാ വാഗ്ദത്തങ്ങളെ ഹല്ലേലൂയ അതിനെ മുറുകെ പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ കേട്ടപ്പെട്ട വചനപ്രകാരം ദൈവസന്ധി നമ്മളെ താഴ്ത്തിയേൽപ്പിച്ച് നമുക്ക് 5 മിനിറ്റ് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയുള്ള ദൈവമേ, ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. അപ്പം ഇന്ന് അടിയങ്ങൾക്ക് തന്ന ഈ വചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നപ്പ. കർത്താവെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഭാരങ്ങളാലോ പ്രതിസന്ധിയാലോ ആയിരിക്കുന്നുണ്ടെങ്കിൽ അപ്പച്ചാ നീ അവരുടെ ഹൃദയത്തിൽ ആശ്വാസം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പെറ്റമ്മ നിന്നെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം കണ്ടെത്തുമെന്ന് നിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോഴപ്പാ. കർത്താവേ, ഇന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ യഹോവേ നീ അവർക്ക് വേണ്ടി പ്രവൃത്തി അയക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. നിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരപ്പൻ മക്കളെ നോക്കുന്ന പോലെ അവരെ കൈപിടിച്ച് കഷ്ടതയിൽ നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. 119-ാം സങ്കീർത്തനം പറയുന്ന പോലെ ഞാൻ നിൻ്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കോണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായെങ്കിൽ കർത്താവേ യേശുവപ്പ എല്ലാ ജനത്തിനും സമാധാനം നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേട്ടപ്പെട്ട വചനത്തെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരുന്നൊരു ദൈവമാണല്ലോ അപ്പാ. നീ സമാധാന പ്രഭുവാണല്ലോ അപ്പച്ചാ. നിൻ്റെ സമാധാനം നീ ഞങ്ങൾക്ക് തന്നേച്ച് പോയിരിക്കുവാണല്ലോ അപ്പാ. നിൻ്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു അപ്പാ. പ്രാർത്ഥന യാചനയും കേട്ട യേശുനാമത്തിൽ തന്നെ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. God bless you all.